അന്ന് 57 ഗവൺമെൻറ് എന്ന് പറഞ്ഞ പുതുതായി വരുന്ന ഗവൺമെൻറ്റാണ്. നിയമനിർമ്മാണങ്ങൾ നടത്തി പരിചയമുള്ള ആളുകളല്ല, എല്ലാം പുതിയ ആളുകളാണ്, ഫ്രഷായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഒരു ഗവൺമെൻറ്റിൽ വരുമ്പോൾ ആ ഗവൺമെൻറ്റിൽ പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ചിലപ്പം വല്ലതും പരാതികളുണ്ടാകും, പരിഭവങ്ങളുണ്ടാകും, തിരുത്താം. പറ്റിയത് നമ്മൾ തിരുത്തല്ലേ. കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും വലിയ മുദ്രാവാക്യം തെറ്റുകളുണ്ടെങ്കിൽ സ്വയം തിരുത്തും അല്ലേ. നമ്മളെ തന്നെ തിരുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനൊന്നും പക്ഷേ ആ ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ആ നടപടി ഈ കേരളത്തിൽ നടപ്പിലാക്കിയപ്പം നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ വിപ്ലവം നടന്നില്ലേ. ജന്മിത്തം പാടെ പോയില്ലേ. നിങ്ങൾ ജന്മിമാർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുത്ത് വേറെ, ജന്മിത്തം പാടെ പോയില്ലേ. നമ്മുടെ നാട്ടിൽ മനുഷ്യന് ആരെയും ഭയപ്പെട്ട് ജീവിക്കണമെന്ന അവസ്ഥ വന്നില്ലേ. ഒരു വീട്ടിൽ ഒരു പെണ്ണെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ആ പെണ്ണ് വീട്ടിൽ ഭദ്രമാണെന്ന് വന്നില്ലേ. ആ പെണ്ണ് തമ്പുരാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കണ്ടല്ലോ, തമ്പുരാന് കാണിക്ക വെക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലൊരു സമയമല്ലേ ഇവിടെ ഉണ്ടായത്. അപ്പം അത് ഒരു നിങ്ങൾ പറയുന്ന തെറ്റ് പറ്റില്ല എന്ന് നമ്മളിവിടെയും പറഞ്ഞിട്ടില്ല. പറ്റിയ തെറ്റ് നമ്മൾ തിരുത്തും, സ്വയം തിരുത്തും, തിരുത്തേണ്ടത് തിരുത്തിക്കും. അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം നമ്മൾ ആത്മാർത്ഥമായി അതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളതല്ല. ആത്മാർത്ഥമായി ചെയ്തത് നമ്മൾ ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു പോയി, നമുക്ക് തിരുത്താൻ നമുക്ക് എപ്പോഴും അതിനുള്ള അവകാശം ജനങ്ങളോട് പറഞ്ഞ് തിരുത്തണം. തെറ്റ് പറ്റിയ ജനങ്ങളോട് പറഞ്ഞ് തിരുത്തണം. നമ്മളൊരു ഒരു വാക്ക് പറയുമ്പോൾ ഒരു പെശക് പറ്റിയാൽ നമ്മൾ അപ്പോൾ തന്നെ പറയുന്നത് ക്ഷമിക്കണം കേട്ടോ, അതിനടുത്തൊരു പെശക് പറ്റിയ. ഇതുപോലെ തന്നെ കാര്യങ്ങളും അവരുടെ ഗവൺമെൻറ് ദീർഘമായ പ്രവർത്തനത്തിന് 57 ഗവൺമെൻറ് നമ്മൾ തുടക്കമിട്ടതാണ്. അന്ന് തുടക്കമിട്ട പലതും ഇന്ന് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്നതാണ്. ഇപ്പം ഞാനും പറയാം, അന്ന് ജോസഫ് മുണ്ടശ്ശേരിയാണുള്ള വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന് പ്രസിദ്ധമായ ഒരു ആത്മകഥാ അംശമുള്ളൊരു പുസ്തകമാണ് കൊഴിഞ്ഞിലകൾ. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു ഭാഗമുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരു മാഷ് വരുന്നു. ഈ മാഷാന്നുള്ള അദ്ദേഹത്തിനും അറിയില്ല, അവിടുത്തെ സ്റ്റാഫിനും അറിയില്ല. ഒരു 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 കൊള്ളി പോലുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു ഉടുപ്പിട്ടിരിക്കുന്നു. ആ ഉടുപ്പെന്ന് പറയുന്നത് വെള്ള ഉടുപ്പാണ്, മുറിക്കയ്യനുടുപ്പ്. അതാണെങ്കിൽ തേച്ചിട്ടൊന്നുമില്ല, അതിന് ബട്ടണുമില്ല. പിന്നെ ഒരു കണ്ണടയുണ്ട്. കണ്ണടേൻ്റെ കാല് പൊട്ടിയിരുന്ന നൂല് കൊണ്ട് കിട്ടിയ കണ്ണടയാണ്. കാലിൽ ചെരുപ്പില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ. അതേമാതിരി പറഞ്ഞ് മന്ത്രിയെ കാണണം. പോലീസുകാർക്ക് അറിയാം. പോലീസുകാർ പറഞ്ഞ് അന്ന് കാണാൻ പറ്റുമോ, പോയിക്കോ. പോലീസുകാർ പറഞ്ഞ പോലെ യാചകനായിരിക്കുന്ന. അപ്പം അവസാനം ഇങ്ങനെ ഇറങ്ങി വരുമ്പം കണ്ട് ആരാ സാറിനെ കാണാൻ വന്ന അപ്പാന്ന് പറഞ്ഞു. വന്നിട്ട് അദ്ദേഹം നേരെ കാൽക്കൽ വീണ്, മുണ്ടശ്ശേരിൻ്റെ കാൽക്കൽ വീണിട്ട് അദ്ദേഹം കണ്ണീര് കൊണ്ട് കാല് നനച്ചു. ആര് വന്നയാൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം പിടിച്ചെഴുന്നേൽപ്പിച്ച്, സാറാ സാർ ദൈവം, ഞാൻ സാറിനെ കാണാൻ വന്നാ സാർ. ഞാൻ ഈ മാസം എൻ്റെ ശമ്പളം എത്രയാണെന്ന് മനസ്സിലായി സാർ. ഞാൻ സ്കൂളിലെ മാഷാ ഞാൻ. ഇതുവരെ എൻ്റെ ശമ്പളം എത്രയാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഈ മാസം എൻ്റെ മോൻ എണ്ണീറ്റ് പറഞ്ഞു, അച്ഛന് 10 മാസം കിട്ടിയ ശമ്പളമാണ് ഒരു മാസം ശമ്പളം, ഇതാ കാശ്. സാറാ ദൈവം. ഒരു അധ്യാപകന് അവൻ ചെയ്ത ജോലിക്ക് കൃത്യമായി ശമ്പളം കൊടുത്തത് അന്നായിരുന്നു. ഏത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നപ്പം മനുഷ്യന് മാനമായി ചെയ്ത കൂലിക്ക് കിട്ടേണ്ട അർഹമായ വേതനമായി കൊടുത്ത ആ കാലത്താണ്. അതാണ് മുണ്ടശ്ശേരി പറഞ്ഞത്. മുണ്ടശ്ശേരി അനുഭവം ശരിക്കും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ കഥകളുണ്ട്. മുണ്ടശ്ശേരിൻ്റെ പഴയ കഥകളിനെ പഠിക്കാൻ പോയത് ഇയാൾ ഒരു താഴ്ന്ന സമ്പത്തുള്ളൊരു വീട്ടിലെ ഒരു സാധാരണ കുട്ടിയാണ്. അതുകൊണ്ട് ഇവന് വേണ്ടത്ര പരിഗണന ഉണ്ടാവില്ല. ഇയാൾ പഠിക്കാൻ ഇയാളെ വീട്ടിൽ കയ്യിൽ കാശുണ്ടാവില്ല. സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴൊക്കെ ഉള്ള കാശിന് വണ്ടി കയറും. അതിൻ്റെ സ്ഥലമെത്തുമ്പോൾ സ്റ്റോപ്പിലിറങ്ങും, എന്നിട്ട് നടക്കും. അതൊക്കെ അനുഭവങ്ങൾ, പഴയ കാലത്തെ അനുഭവങ്ങളുടെ ഒരു വലിയ തീച്ചൂള നമ്മുടെ മുമ്പിൽ ഇതുപോലെ പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് പുതിയ തലമുറ നമ്മളൊക്കെ ഇനിയിപ്പം പഴയ തലമുറേൻ്റെ ഏതാണ്ട് ഭാഗമായി. പുതിയ തലമുറ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മളെക്കുറിച്ച് ആദ്യം ചിന്തിക്കണം. സഖാവ് PKBയുടെ വാക്കുകൾ ഞാനിപ്പം കടമെടുക്കാം. നിങ്ങൾ ആരെങ്കിലും ഒരാളെ വിമർശിക്കുമ്പോൾ നിങ്ങളെ മനസ്സിനകത്ത് ആദ്യം ടോർച്ചടിക്കണം, ഈ പറയുന്നതിന് നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന്.
നിങ്ങൾ കളങ്കമില്ലാത്ത മനസ്സാണോ എന്ന്. അതുകൊണ്ട് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മുടെ നാട് ഇപ്പോൾ അങ്ങനെ പോകുന്നു. ആ പോകുന്നൊരു ഘട്ടത്തിൽ നമുക്ക് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം, ആ പോരാട്ടം പഴയ കാലം പോലെയല്ല. ഇപ്പം കുറേ കൂടി സ്ട്രഗിൾ ചെയ്തിട്ട് പോകണം. അന്ന് നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടത് മറ്റു താല്പര്യമാണെങ്കിൽ ഇപ്പോൾ സാമ്പത്തിക സ്രോതസ്സുള്ള ലോകത്തിലെ വൻ മുതലാളിമാരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമുക്കെതിരായി നിൽക്കുന്നത്. ആ ശക്തികളോട് പോരാടാൻ നമുക്ക് കൂടുതൽ കരുത്താർജിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള കാലമാണിത്. ആ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്.